ഷാർജയിൽ ട്രാഫിക് ബ്ലാക്ക് പോയിന്റുകൾ ഒഴിവാക്കുന്നതിനുള്ള സമയപരിധി നിശ്ചയിച്ചു. 2025 ഡിസംബർ 1 മുമ്പ് നടത്തിയ നിയമലംഘനങ്ങൾക്ക് ട്രാഫിക് ബ്ലാക്ക് പോയിന്റുകൾ ഒഴിവാക്കുന്നതിന്റെ പ്രയോജനം വാഹനമോടിക്കുന്നവർക്ക് ലഭിക്കേണ്ട അവസാന തീയതി 2026 ജനുവരി 10 ആണെന്ന് ഷാർജ പോലീസ് അറിയിച്ചു. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ MOI ആപ്പ് വഴി സമയപരിധിക്ക് മുമ്പ് കുടിശ്ശികയുള്ള പിഴകൾ അടച്ചുകൊണ്ട് യോഗ്യരായ ഡ്രൈവർമാർക്ക് ഇളവ് നേടാനാകുമെന്ന് പോലീസ് വ്യക്തമാക്കി. ട്രാഫിക് ബ്ലാക്ക് പോയിന്റുകൾക്ക് മാത്രമേ ഈ ഇളവ് ബാധകമാകൂ. ഗുരുതരമായ ലംഘനങ്ങൾക്ക് ഇത് ബാധകമാകില്ല. ഇവ ട്രാഫിക് നിയമപ്രകാരമുള്ള സാധാരണ പിഴകൾക്ക് വിധേയമായി തുടരും. റോഡ് സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിനും അപകടങ്ങൾ കുറയ്ക്കുന്നതിനും ഗതാഗത നിയമങ്ങൾ പാലിക്കേണ്ടതിൻ്റെ ആവശ്യകത ഊന്നി പറഞ്ഞുകൊണ്ട് നിശ്ചിത സമയപരിധിക്കുള്ളിൽ ഈ സംരംഭം പ്രയോജനപ്പെടുത്തണമെന്ന് ഷാർജ പോലീസ് വാഹനമോടിക്കുന്നവരോട് ആവശ്യപ്പെട്ടു. നിയമലംഘകർക്കെതിരായ നടപടി ശക്തമാക്കി കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയം. കഴിഞ്ഞ വർഷം മാത്രം 39,000-ലധികം പ്രവാസികളെയാണ് രാജ്യത്തു നിന്നും നാട് കടത്തിയത്. നിയമലംഘകർക്കെതിരായിട്ടുള്ള നടപടി ശക്തമായി തന്നെ തുടരുമെന്ന് മന്ത്രാലയം അറിയിച്ചു. 2025 രാജ്യത്തു നിന്ന് നാട് കടത്തിയ പ്രവാസികളുടെ വിവരങ്ങൾ കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പുതിയ റിപ്പോർട്ടിലാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. വിവിധ നിയമലംഘനങ്ങളുടെ പേരിൽ പിടിയിലായ 39,487 പ്രവാസികളെ നാടുകടത്തിയതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. മതിയായ താമസരേഖകളില്ലാതെ രാജ്യത്ത് തുടർന്നവരും തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചവരുമാണ് ഇതിലേറെയും. മയക്കുമരുന്ന് കേസുകളിൽ പിടിയിലായ നിരവധി പ്രവാസികളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇതിൽ പലരും ലഹരിമരുന്ന് കൈവശം വെച്ചതിനോ ഉപയോഗിച്ചതിനോ അറസ്റ്റിലായവരാണ്. കുടുംബത്തിന്റെ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തിരുന്ന നിരവധി ആളുകളെയും നാടുകടത്തിയിട്ടുണ്ട്. സ്പോൺസർ നാടുകടത്തപ്പെട്ടതോടെ അവരെ ആശ്രയിച്ചു കഴിഞ്ഞിരുന്ന കുടുംബങ്ങളുടെ താമസാനുമതിയും റദ്ദായി. ഇത്തരത്തിൽ നിരവധി കുടുംബങ്ങൾക്കാണ് രാജ്യം വിടേണ്ടി വന്നത്. നിയമലംഘകരെ കണ്ടെത്തുന്നതിനായുള്ള പരിശോധന കൂടുതൽ ശക്തമായി തന്നെ തുടരാനാണ് തീരുമാനം. ഒരു മാസം നീണ്ട ശൈത്യകാല അവധിക്ക് ശേഷം UAE-യിലെ സ്കൂളുകൾ ഇന്ന് തുറന്നു. ക്രിസ്മസ് ആഘോഷത്തിനും പുതുവത്സരാഘോഷത്തിനും ശേഷം വിദ്യാർത്ഥികൾ വിദ്യാലയങ്ങളിലേക്ക് തിരിച്ചെത്തി. ഏഷ്യൻ വിദ്യാലയങ്ങളിൽ വാർഷിക പരീക്ഷകളുടെയും പഠന പ്രവർത്തനങ്ങളുടെയും കാലം കൂടിയാണ് വരാനിരിക്കുന്നത്. CBSE 10-12 ക്ലാസ്സിലെ ബോർഡ് പരീക്ഷകൾ അടുത്ത മാസം നടക്കും. ഇതേ ക്ലാസ്സുകളിലെ പ്രായോഗിക പരീക്ഷകൾ ഈ മാസം തന്നെ തുടങ്ങുന്ന രീതിയിലാണ് ടൈം ടേബിൾ ക്രമീകരിച്ചിരിക്കുന്നത്. കേരള പാഠ്യപദ്ധതി സ്കൂളുകളിലെയും 10-12 ക്ലാസ്സുകളിലെ വാർഷിക പരീക്ഷ മാർച്ചിലാണ്. UAE പാഠ്യപദ്ധതിയിലുള്ള വിദ്യാലയങ്ങളിലും ഏഷ്യൻ ഇതര പാഠ്യപദ്ധതിയിലുള്ള വിദ്യാലയങ്ങളിലും രണ്ടാം പാദത്തിന്റെ ആരംഭത്തിന് കൂടിയാണ് ഇന്ന് തുടക്കം കുറിച്ചത്. ഇനി വരുന്നത് പരീക്ഷാകാലം കൂടിയാണ്. കഴിഞ്ഞ മാസം 8-നായിരുന്നു രാജ്യത്തെ സ്കൂളുകൾ ശൈത്യകാല അവധി ആരംഭിച്ചത്. NTV UAE to the world.